ഹലോ, എല്ലാവർക്കും നമസ്കാരം. ഞാൻ നിങ്ങളുടെ സ്വന്തം കീടാണുമോളാണ്. അപ്പം എൻ്റെ ഇന്നത്തെ കോസ്റ്റ്യൂം ഒക്കെ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടു എന്ന് ഞാൻ കുണ്ട 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 മമ്മിട നിനക്ക് ചേരുവടാ അരെ ലീല മണി അൻസിഫ് കൊണലൈറ്റ് ഇവനെ പറ്റിയിട്ട് നിങ്ങളുടെ അഭിപ്രായം എന്താ കമന്റ്. ഈ ബിഗ് ബോസ് റിവ്യൂ എന്ന് പറഞ്ഞ് കയറുന്ന കൊണക്കുന്ന ടീമുകളിൽ എനിക്ക് ഏറ്റവും കണ്ടുകൂടാത്ത ഒരുത്തനാണ് ഇവൻ. ആൺ വർഷൻ ഇവനും പെൺ വർഷം മറ്റേ ലെവള്. ആൺ വർഷനിൽ ഇവൻ തന്നെയാണ്. ഇവനെ പോലെ ഒരു കേടുകെട്ടവൻ വേറെ ഇല്ലെന്നേ ഞാൻ പറയത്തുള്ളൂ. ഇവന്റെ വിചാരമുണ്ട്, ഇവന് സ്വയമേ ഞാൻ ഒരു സംഭവമാണ് എന്നുള്ളൊരു സാധനം ഉള്ളിൽ നിന്ന് നമുക്ക് തോന്നൂല. ഞാൻ തന്നെ കിടില്ല. ഈ ഒരു നികളിപ്പുള്ള ഒരു വധൂരി ചെറുക്കനാണ് ഇവൻ. ഒരു വധൂരി, ഒരു പേടിത്തൊണ്ടം വേട്ടവളി ചുറിഞ്ഞു വരും. അമ്മാതിരി ഒരു കീടാണുമാണ് ഇവൻ. തരമേ അല്ല. എങ്കിലും ഞാൻ ഇവനെ കണ്ടന്റ് എടുത്തത് ഇവനൊരു കുണ്ടനടി കാണിച്ചിട്ടുണ്ട്. കറക്റ്റടാ, നിനക്ക് ചേരും. നീ ലീലാമണി തന്നെടാ, നീ അത് തന്നെടാ. നീ നാളെ മുതൽ ഏതെങ്കിലും ബസ് സ്റ്റാൻഡിന്റെ അടിയിൽ രാത്രി പോയി കുനിഞ്ഞില്ല, അല്ലെങ്കിൽ വല്ല പാലത്തിന്റെ അടിയിൽ പോയി കുനിഞ്ഞില്ല. നിനക്ക് പറ്റിയ പരിപാടിയാണ്. ഉള്ള കാര്യം പറയല്ല, നിനക്ക് ചേരും. നീ അമ്മാതിരി സെറ്റപ്പിലാണ് ഇരിക്കുന്നത്. നിന്നെ കണ്ടപ്പോ തന്നെ നിനക്ക് അതിനുള്ള എല്ലാ അർഹത ഉണ്ടാ. നീ ഒരു സാരിയും ചുറ്റിയിട്ട് അങ്ങോട്ട് പോയി കുഞ്ഞു നിന്ന് കഴിഞ്ഞാൽ നിനക്ക് കിട്ടും നല്ല ആ ഊക്കം സാധനങ്ങൾ അത് വന്ന് കയറത്തരും നിന്റെ ബാക്കിൽ കൂടി. നല്ല അടിപൊളിയാണ്. കുട്ടികൾ ഉണ്ടെങ്കിൽ വീഡിയോ കാണരുത്, കാരണം കുട്ടികൾക്ക് വേണ്ടിയിട്ടുള്ളതല്ല. ഇവനെ 10 പറയാൻ വേണ്ടിയിട്ട് കുറെ കാലമായിട്ട് നോക്കിയിരിക്കുകയാണ്. വേറെ ഒന്നുമില്ല, ചുമ്മാ ഒരു രസം, എൻ്റെ ഒരു സമാധാനത്തിന്. അപ്പോഴാണ് ഇവന്റെ ഈ ഒരു കൊണയടി സാധനം കിട്ടിയിട്ടുള്ളത്. എന്തായാലും നമുക്ക് ആദ്യം ഇവന്റെ ഒരു പോസ്റ്റിൽ നിന്ന് തന്നെ തുടങ്ങാം. ഇവന്റെ ഒരു കുണച്ച പോസ്റ്റാണ് കേട്ടോ. ചിലരുടെ PR-കാർ എന്നെ വിളിച്ചുകൊണ്ട് റിക്വസ്റ്റ് ചെയ്തുകൊണ്ട് മാത്രം ഞാൻ ആ വീഡിയോ പ്രൈവറ്റ് ആക്കിയിരുന്നു. പക്ഷെ ഇനി നീർക്കോലി തലപൊക്കിയാൽ ഞാൻ എല്ലാം വിളിച്ചു പറയും. ജാഗ്രത, നീ വിളിച്ചു പറയടാ കേട്ടുകിഴങ്ങ. അതായത് അനുമോക്കിട്ട് താങ്ങിയിട്ടുള്ള സാധനമാണ്. എടാ, നിന്നെ പോലെയുള്ള കേടുകെട്ടവന്മാര് കിടന്ന് വളഞ്ഞിട്ട് നോക്കിയിട്ടും അനുമോളെ തോൽപ്പിക്കാൻ സാധിച്ചില്ല. എന്തുകൊണ്ടാ? ജനങ്ങളുടെ സപ്പോർട്ട് അവർക്ക് ഉണ്ടായിരുന്നു. നിന്നെയൊക്കെ പോലുള്ള വേട്ടവാളിയന്മാര് വേറുള്ളവന്മാരെന്ന് പൈസ വാങ്ങിയില്ലെന്ന് എനിക്കറിയത്തില്ല. വാങ്ങിയെങ്കിൽ വാങ്ങിയില്ലെങ്കിൽ ഇല്ല. എന്തായാലും വേറുള്ള കുറെ കിഴങ്ങന്മാർക്ക് വേണ്ടിയിട്ട് കിടന്ന് അങ്ങോട്ട് തുപ്പിയിട്ടും കുരച്ചിട്ടും അങ്ങോട്ട് ഒത്തില്ല. എങ്ങനെ ഗൊത്തില്ല. അത് തന്നെയാണ് സംഭവിച്ചിട്ടുള്ളത്. അവസാനം അനുമോള് കപ്പ് തൂക്കിയപ്പം അണ്ണാക്കി പിരിവെട്ടിയിരുന്ന് ഇവനെ പോലുള്ള കിണ്ണമ്മ എന്ന് തന്നെയാണ് എനിക്ക് പറയാനുള്ളത്. ഗുണ്ട ഗുണ്ട കുണ്ട മമിട നിന്നെ കാണുമ്പോഴേ ചൊറിഞ്ഞു വരും. അതുകൊണ്ടാണ് പറഞ്ഞത്. എന്തായാലും അനുമോള് ഒരു കമന്റ് ഇട്ടിട്ടുണ്ട്. മോനെ, ഞാൻ ആരെയും വിളിച്ച് വീഡിയോ പ്രൈവറ്റ് ചെയ്യാൻ പറയുന്ന ആളല്ല. പറയാനുള്ളതുണ്ടെങ്കിൽ തുറന്നു പറയും. സത്യം മറക്കേണ്ടതില്ല. സത്യം പറയാനുള്ള ധൈര്യം ഉണ്ടെങ്കിൽ വീഡിയോ പ്രൈവറ്റ് ചെയ്യേണ്ട കാര്യമില്ല, പബ്ലിക് ആക്കൂ. ഞാൻ പേടിക്കുന്ന ആളല്ല. ആളുകളെ പണം കൊടുത്ത് സപ്പോർട്ട് വാങ്ങുന്ന ആളല്ല ഞാൻ. എന്നെ സ്നേഹിക്കുന്നവരാണ് എനിക്ക് വേണ്ടി നിൽക്കുന്നത്. അത് വാങ്ങാൻ പറ്റുന്ന ഒന്നല്ല. ഓക്കെ. എന്നിട്ട് അനുമോള് ഇവന് മെസ്സേജ് അയച്ചിട്ടുണ്ടായിരുന്നു. നിനക്ക് എന്താടാ പേടിയാണോ? കമന്റ് ബോക്സ് ഓഫ് ആക്കിയിട്ടേക്കുന്നു. അയ്യേ, വീട്ടുകാരെ കൂടി പറയിപ്പിക്കാൻ നീ മോശം പണിയെടുത്ത് ജീവിക്കാതെ ചെക്ക. അഞ്ച് മൂലം നിനക്ക് അറിഞ്ഞിട്ടാവേ. നിനക്ക് കണ്ടന്റ് ഷാവല്ലേ, എടുത്ത് കൊണ്ടുപോയി വീഡിയോ ചെയ്യണം. അൻസിപ്പ് മൂലം. അനുമോളെ നീ ഒളിച്ചടി. അൻസിപ്പ് മൂലം ആഹാ അൻസിഫ് മൂലം ലൈറ്റ്. അടിപൊളി പേര്, കിടുക്കാൻ പേരേട്ടാ. അൻസിഫ് കൊണലൈറ്റ് അല്ല, അൻസിഫ് മൂലം ലൈറ്റ്. അനുമോള് പൊളിച്ചു. ആ ഒരു പേര് എനിക്ക് അങ്ങ് ഇഷ്ടപ്പെട്ടു. എന്തായാലും എടാ, പാലത്തൻ്റെ ഇടയിൽ പോയി കുനിഞ്ഞിരിയടേ. അത് എനിക്ക് നിന്റെ അടുത്ത് പറയാനുള്ളത്. പിന്നെ ഞാനൊരു കാര്യം പറയാം. എനിക്ക് ബിഗ് ബോസ് സീസൺ 7 ഏറ്റവും ഇഷ്ടപ്പെട്ട കണ്ടസ്റ്റന്റ് അനുമോള് തന്നെയാണ്. അവള് ജെനുവിൻ ആയിരുന്നു. കണ്ട കാട്ടാവരാധികളെ പോലെ അഭിനയിച്ചു നിന്നില്ല. അവള് ജെനുവിൻ ആയിരുന്നു. അതുകൊണ്ട് തന്നെയാണ് അവളെ സപ്പോർട്ട് ചെയ്തിട്ടുള്ളത്. എന്തായാലും അൻസിഫ് മൂലം ലൈറ്റ്, നിനക്കുള്ള മറുപടി അനുമോള് തരുന്നത് തന്നെയാണ് ധാരാളം. കാരണം ഇതിൽ പരം അപമാനം നിനക്കിനി കിട്ടാനില്ല. അവൾ ഇന്നെ നിനക്ക് അണ്ണാക്കി അടിച്ച് തന്നിട്ടുണ്ട്. വാങ്ങിച്ചു വെച്ചോണ്ടിരുന്നോ 1 മാസത്തേക്കുള്ളതായി. എടാ, ഉളുപ്പില്ലാത്തവനെ കുറച്ചെങ്കിലും ബോധം അവരുണ്ടെങ്കിൽ നീ ആ വീഡിയോ മുക്കുമായിരുന്നു. എന്തിനാടാ പേടിക്കുന്നത്? എന്തിനാണ് നീ കിടന്ന് പേടിക്കുന്നത്? എന്തായാലും നീ മുക്കിയാലും ഞാൻ പൊക്കി. എന്തായാലും വീഡിയോ കാണാം നമുക്ക്. ഇവന്റെ കൊണ അവനെ കാണുമ്പോഴേ കുണ്ടായിട്ട് പോടാം. വേറെ ഒന്നും പറയാല്ല. പിന്നെ എന്നാ വേഷം കെട്ടി വന്നിരിക്കും കുണ്ടന്മാരെ പോലെ. പറ മോനെ. ഹലോ, എല്ലാവർക്കും നമസ്കാരം. ഞാൻ നിങ്ങളുടെ സ്വന്തം കീടാണുമോളാണ്. അച്ഛടാ, നീ നാളെ അവന് പോയി പാലത്തിന്റെ അടിയിൽ കുനിഞ്ഞില്ലടാ. നിനക്ക് ചേരുടാ, കറക്റ്റാട്ടാ. നിനക്ക് നല്ല റേറ്റിംഗും ആയിരിക്കും. പറഞ്ഞാൽ മതി, യൂട്യൂബ് ചാനലുണ്ട്, ഞാൻ ബിഗ് ബോസ് റിവ്യൂ ഒക്കെ ചെയ്യും എന്ന് പറഞ്ഞ് പാലത്തിന്റെ അടിയിൽ പോയി സാരി ഉടുത്തങ്ങ് കുനിഞ്ഞാൽ ക്ലീൻ ഷാവിന്റെ ആവശ്യമുണ്ട്. വേണമെങ്കിൽ അതും കൂടി ചെയ്തേക്കും. അപ്പൊ കറക്റ്റായി ഫസ്റ്റ് പോയി കുനിഞ്ഞില്ലടാ. അതാണ് നിനക്ക് പറ്റിയത്. അവൻ ഇറങ്ങിയിരിക്കണം. ഇവന്റെ വിചാരം ഇവൻ ഭയങ്കര ബിഗ് ബോസ് റിവ്യൂ എന്നാണ്. ഒരു തേങ്ങയല്ല അവൻ. വെറും വധൂരി. വിളിച്ചു പറയുന്നതെല്ലാം വിട്ടിത്തനം മാത്രം. ഒരു ബുക്ക് എടുക്കും, പേന എടുക്കും, കുറെ ലൈറ്റ് എടുത്ത് ബാക്കി കെട്ട് കണ്ണിന്റെ സിമ്പിൾ ബിഗ് ബോസിന്റെ റിവ്യൂ ഹൈലൈറ്റ് ആക്കാൻ വേണ്ടിയിട്ട് എന്തൊക്കെയോ ചുമ്മാ വായി തോന്നിയൊക്കെ വിളിച്ച് പറയും. ഒരു കാര്യമില്ല. ചുമ്മാ ബുക്കും പേപ്പറും എടുത്ത് എഴുതി വെച്ചിട്ടിരുന്നിട്ട് അവൻ പറയും അവൻ വലിയ ബിഗ് ബോസ് റിവ്യൂ ആണ്. നീ എന്ത് തേങ്ങയാണ്? ഒരു തേങ്ങയോ ഇല്ല. ഉള്ള കാര്യം പറയല്ലോ സീരിയസ്ലി. എന്തായാലും ബാക്കി നിന്റെ ഞാനൊന്ന് കേൾക്കട്ടെ. നമുക്ക് നേരെ പോയാണ്. അപ്പം എൻ്റെ ഇന്നത്തെ
കോസ്റ്റ്യൂം ഒക്കെ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടു എന്ന് ഞാൻ കരുതുന്നു. അതെ അതെ, നാളെ മുതലേ നീ ഈ കോസ്റ്റ്യൂം ഇട്ട് പാലത്തിന്റെ അടി പോയി കുനിഞ്ഞിരിക്കുക. നിനക്ക് ചേരൂടാ, ഇത് നിനക്ക് ചേരത്തുള്ളൂ, ഇത് വേറെ ആർക്കും പറ്റത്തില്ല. എനിക്ക് എവിടെയോ ഒരു സംശയം ഉണ്ടായിരുന്നു നീ ഗുണ്ടനാണോന്ന്. അതിപ്പോ നീ ഗൺഫോം ആക്കിയിരിക്കുകയാണ്. അതിനുള്ള എല്ലാ ചേലും നിനക്കുണ്ട്. അപ്പം എന്റെ ഇന്നത്തെ ഈ സാരി, അതുപോലെ തന്നെ എന്റെ ഈ ഔട്ട്ഫിറ്റ്, എന്റെ ഓർണമെന്റ്സ് എല്ലാം എനിക്ക് ഇന്ന് കിട്ടിയിരിക്കുന്ന കൊളാബ് നമ്മുടെ സ്വന്തം ബിഗ് ബോസ് റിവ്യൂവർ ആയിട്ടുള്ള അൻസിഫ് ആണ് ഇതെല്ലാം ചെയ്തു തന്നിരിക്കുന്നത്. ഓ, നീ ഗുണ്ടൻ, നിന്നെ തന്നെ നീ ഗുണ്ടൻ. നീ എന്താ ഡബിൾ പേഴ്സണാലിറ്റി ഗുണ്ടനാ? കൊള്ളാടാ, കൊള്ളാം. ഇതിന്റെ പേരിൽ നീ എനിക്കിട്ട് ഉണ്ടാക്കുവാണെങ്കിൽ അണ്ണാക്കിൽ നേരത്തെ നീ വാങ്ങി വെച്ചോ, തന്നില്ലെന്ന് പറയണ്ട. അൻസിഫ് മൂലമാണ് എനിക്ക് ഇതെല്ലാം ചെയ്തു തന്നിരിക്കുന്നത്. ഓ, അൻസിഫ് മൂലം. അപ്പൊ സ്വയമേ അങ്ങ് വാങ്ങി വെച്ചു, വെള്ളം ഒഴിച്ചു ആ പേര്. കൊള്ളാം, അൻസിഫ് മൂലം ലൈറ്റ്. എന്തായാലും ചേരൂടാ, നിനക്ക് ചേർന്നതാണ്. കൊതം മുഖത്തിന്റെ ഐശ്വര്യം ഇല്ല, തിരിഞ്ഞില്ല, മൂലം മുഖത്തിന്റെ ഐശ്വര്യം ഇല്ല, മുഖം മൂലത്തിന്റെ ഐശ്വര്യം എന്ന് പറയും. നിന്റെ മൂലത്തിന്റെ ഐശ്വര്യം എനിക്ക് ഇപ്പൊ തന്നെ പിടികിട്ടി. പിന്നെ നിങ്ങൾക്ക് എല്ലാവരും ആകാംക്ഷയോടെ കാണാൻ കാത്തിരുന്നത് എന്റെ ബിഗ് ബോസിലെ കപ്പാണ്. ബിഗ് ബോസിലെ കപ്പ് ഇന്ന് നിങ്ങൾക്ക് വേണ്ടിയിട്ട് എന്റെ ഈ ഒരു വ്ലോഗിലൂടെ ഞാൻ കാണിക്കാൻ പോവാണ്. നിന്റെ കപ്പ് അവിടെ ഇരിക്കട്ടെ. ഈ കാട്ടത്ത് ഈ സിജോ ഇല്ലേ, അവന്റെ മൂടും താങ്ങി നടക്കുന്ന ഒരു വധൂരിയാണ് ഇവൻ. ബിഗ് ബോസിൽ കയറണം കുറെ കിടന്ന് കാലം കൊണ്ട് കഷ്ടപ്പെടുന്നുണ്ടല്ലോടാ. എടാ, നീ ഇനി അടുത്ത പ്രാവശ്യം ബിഗ് ബോസിൽ തന്നെ ചിലപ്പോൾ വിളിക്കും. നീ കുണ്ടനെന്ന് പറഞ്ഞുകൊണ്ട് ആ സെക്ഷനിലൊന്നും നിന്നെ ചിലപ്പോൾ വിളിച്ച് കയറ്റും. അല്ലാണ്ട് നിന്നെയൊക്കെ ബിഗ് ബോസ് വിളിക്കുമെന്ന് എനിക്ക് തോന്നുന്നില്ല. സത്യമുള്ള കാര്യമാണ്. ഇപ്പൊ ചിലവർ പറയും അതിൽ എന്തുവാണ് നീ ഇങ്ങനെ പറയുന്നതെന്ന്. എന്റെ പൊന്നു പ്രേക്ഷകരെ, ഇതുപോലത്തെ അപരാധി മക്കളെ ഇങ്ങനെ പറഞ്ഞില്ലെങ്കിൽ ഞാൻ പിന്നെ ആരായിട്ടാ? ഇതുപോലെയൊക്കെ പറയാനും ആരെങ്കിലും ഒക്കെ വേണ്ടേ? പറയടാ കുട്ടാ. ആക്ച്വലി ഇതാണ് ബിഗ് ബോസിന്റെ കപ്പിന്റെ താഴത്തെ. ഈ വധൂരിയുടെ വിചാരം ഇവൻ കാണിക്കുന്നത് എന്തോ വലിയ കോമഡി എന്നാണ്. എടാ പോടാ, അയ്യേ, വേച്ചായിരിക്കണം ഉള്ള കാര്യം പറയാലോ. സീരിയസിൽ വേഷായിരിക്കണം. ഭാഗം എന്റെ ഫോട്ടോസ് ഒക്കെ ഇതിനകത്ത് വളരെ വ്യക്തമായിട്ട് പതിപ്പിച്ചിട്ടുണ്ട്. പക്ഷെ നിന്റെ ടോണ് കറക്റ്റ് ആയിട്ടാ, ഇതാണല്ലേ നിന്റെ ശൈലി. അയ്യേ, നീ കാട്ടുതീ സിജോയുടെ കൂടെ അയ്യേ നടന്നില്ല. അയ്യേ, എന്തുവാടോ ഇത്? വേണ്ട, ഡോണ്ടു. ബിഗ് ബോസിൽ അടുത്ത പ്രാവശ്യം മിക്കാറും കയറും ഖണ്ഡൻ എന്ന കാറ്റഗറിയിൽ നിന്ന്. അതാണെങ്കിൽ നീ കയറിക്കോ. കീടാണു ആയി ഞാൻ ഇവിടെ നിൽക്കുന്നുണ്ട്. കീടാണു മോൾ എന്നാണ് എന്റെ ഫുൾ നെയിം. അതോടൊപ്പം തന്നെ ഈ കപ്പിന്റെ തലഭാഗം നാട്ടുകാര് ഞാൻ ഈ കപ്പ്. അയ്യേ, ഇവന്റെ വിചാരം ഇതെന്തോ വലിയ കോമഡി ഒന്നാണ് കേട്ടാ. വളിപ്പീരെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇമ്മാതിരി വളിപ്പീരില്ല വാതൂരി. ഇച്ചു പോടാ. കൊണ്ടുവന്നപ്പോ PR ആണല്ലോ എന്ന് പറഞ്ഞ് നാട്ടുകാരെ എല്ലാവരും കൂടി ചേർന്ന് PR-ന്റെ വോട്ടുകളാണല്ലോ ഇട്ടത്. അപ്പോ പകുതി അവർ ഒടിച്ചെടുത്തിട്ടുണ്ട്. അപ്പൊ ഇതാണ് എനിക്ക് ആക്ച്വലി കപ്പ് ബിഗ് ബോസിൽ നിന്ന്. അതോടൊപ്പം തന്നെ കുറച്ച് എന്താ പറയാ, ഒരു ഹാമ്പറും എനിക്ക് കിട്ടിയിട്ടുണ്ട്. പക്ഷെ ഹാമ്പറിലെ മിഠായികളൊക്കെ അത് നാട്ടുകാർക്ക് അവകാശപ്പെട്ടതാണല്ലോ, എനിക്കൊന്നും അവകാശപ്പെട്ടതല്ല. കാരണം എല്ലാം PR-ഉം നാട്ടുകാർക്കും അവകാശപ്പെട്ടതാണ്. പിന്നെ ഒരു കപ്പ്, എനിക്ക് സ്വന്തമായിട്ടുള്ള കപ്പ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു PR-കൾ കൊണ്ടും ഞാൻ നേരിടാത്ത എന്റെ സ്വന്തമായിട്ടുള്ള അധ്വാന ഞാൻ നേടിയ ഒരു കപ്പ് 30 രൂപയുടെ ഈ കപ്പാണ്. കാരണം എന്റെ പൊന്നളിയാ, ഇത് കോമഡിയാടാ. ഇത്രയുള്ളൂ നീ? അയ്യേ, കുണ്ടന്മാരെ വേഷം അതൊക്കെ. പക്ഷെ ഇവന്റെ വിചാരം ഇതെന്തോ കോമഡിയാണെന്ന്. അയ്യോ, എന്റെ കപ്പില്ലത് കപ്പ്. അയ്യോ ഇത് ബിഗ് ബോസ് ഞങ്ങൾക്ക് കിട്ടിയ കപ്പ്. എന്തോന്നാ ഇത് വാതൂരി. എടാ, എനിക്ക് പോടാണുങ്ങളുടെ വിലകളയാ. അവളെ വായിരിക്കുന്ന കേട്ടല്ലോ, അൻസിഫ് മൂലം ലൈറ്റ്. ഇഷ്ടം പോയി ചത്തൂടാണെങ്കിൽ നാണം കെട്ട് നാറിയിരിക്കുന്നു. ഇത് ഞാൻ ഒരു PR-ഉം കൊടുത്തിട്ടല്ല ഈ കപ്പ് മേടിച്ചിരിക്കുന്നത്. ഇത് നീ തൂറാൻ മുമ്പ് എടുക്ക്, നിനക്ക് ആവശ്യം വരും. എന്നിട്ട് നീ ഞാൻ പറഞ്ഞ കൂടിപ്പം അതിലേ കൺട്രോൾ. ഒരു മനുഷ്യനും PR കൊടുത്തിട്ടല്ല ഇത് മേടിച്ചിരിക്കുന്നത്. ഓക്കെ, ഇനി ഞാൻ നിങ്ങൾക്ക് പ്രധാനപ്പെട്ട ഒരു സംഭവം, എനിക്ക് തോന്നുന്നു എൻ്റെ ബിഗ് ബോസ് ജീവിതത്തിലെ ഏറ്റവും കൂടുതൽ വൈറലായിട്ടുള്ളതും അതുപോലെ തന്നെ ഏറ്റവും കൂടുതൽ പേര് ഏറ്റെടുത്തതും എൻ്റെ പുതപ്പ് വിഷയമാണ്. അപ്പൊ ആ വിവാദപരമായ പുതപ്പ് ഞാൻ ബിഗ് ബോസിന്റെ കയ്യിൽ നിന്ന് വാങ്ങിച്ചു കൊണ്ടുവന്നിട്ടുണ്ട്. ഇതാണ് ആ പുതപ്പ്. അപ്പൊ നിങ്ങൾക്ക് കൂടി പുതപ്പ് ഒന്ന് പരിചയപ്പെടുത്തി തരണം എന്ന് എനിക്കുണ്ടായിരുന്നു. ഈ പുതപ്പാണ് ഞാൻ ബിഗ് ബോസിൽ പലതും കണ്ടു, 100 ക്യാമറകൾ പോലും കാണാത്ത പല കാര്യങ്ങളും കണ്ടു എന്ന് പറഞ്ഞ് ഞാൻ നിങ്ങളുടെ മുന്നിൽ അവതരിപ്പിച്ചുകൊണ്ടിരുന്നത്. ഈ ഒരു പുതപ്പ് വെച്ചിട്ടാണ് നിങ്ങൾ കുറെ വോട്ടുകൾ ഞാൻ പഠിച്ചുകൊണ്ടിരുന്നത്. ആൻഡ് ഫൈനലി എനിക്കൊരു കാര്യം കൂടി പറയാനുണ്ട്. ഇത് എന്തോന്നാണ്? അയ്യേ, എടാ തീട്ടൻ ചാളു കേട്ടാ, പട്ടിത്തീട്ട കേസ് വീഡിയോ. ഇത്രയും പട്ടിത്തീട്ടൻ ചാളു ആവരുത്. എന്താന്ന് വെച്ചാൽ ഈ അൻസിഫിന്റെ ഡ്രസ്സ് ശരിയല്ല കേട്ടോ. അൻസിഫ് തന്നു, അൻസിഫ് മൂലമില്ലേ അവൻ തന്ന ഡ്രസ്സ് അങ്ങോട്ട് ഒന്നും പറയാനില്ല. ഞാൻ എന്തോ പറയാം ഇവനെയൊക്കെ കണ്ടിട്ട്. തീട്ടത്തിലും തീട്ടം കോമഡി എന്നാണ് ഇവന്റെ വിചാരം. ഇവനൊക്കെ 90s പറ്റൂല, നമ്മള് 90s. ഏത് കാലത്താണ് ജീവിക്കുന്നത് കോണത്തിലവനെ? ഇത് അത്ര പോരാ.
സ്ഥിരമായിട്ട് പാറശാല എന്നല്ലേ എടുക്കാറ്. ഇത് ഇങ്ങോട്ട് ശരിയാകുന്നില്ല. എന്താ പുന്നാര മോനെ പാറശാലയ്ക്ക് കുഴപ്പം? നീ പാറശാലയ്ക്കിട്ട് താങ്ങിയതാണെന്ന് നിന്റെ വർത്തമാനത്തിൽ നല്ലോണം അറിയാം. അവള് നെടുമങ്ങാടം ഉള്ളതുകൊണ്ട് പാറശാലയ്ക്കിട്ട് താങ്ങിയതാണെന്ന്. പുന്നാര മോനെ കേട്ടാ, നാടിനിട്ട് താങ്ങല്ലേ. എനിക്ക് പണ്ടത്തെ പോലെ പുതപ്പിനടിയിലൊന്നും നോക്കാൻ പറ്റില്ല. അപ്പൊ അതുകൊണ്ട് ഞാനൊരു കണ്ണട പുതുതായിട്ട് മേടിച്ചു. കാരണം എനിക്ക് കുറച്ചും കൂടി സൂം ചെയ്ത് നിന്റെ സുന്നാമണ്ണിയിലെടുത്ത് സൂം ചെയ്തു പോയി കണ്ണട ആവശ്യം വരും. അതുണ്ടോ എന്താ അറിഞ്ഞൂടെ, ദൈവത്തിനറിയാം. വേണ വെണ്ണ കെട്ട് കെട്ട് കേട് കിട്ടവനെ. ആരാടാ നീ വെട്ടവളയെ വധൂരി? എല്ലാം വളരെ വ്യക്തമായിട്ട് കാണണം. അപ്പൊ ഞാൻ കണ്ണട ഐശ്വര്യത്തോടു കൂടി എന്റെ സബ്സ്ക്രൈബേഴ്സിനോട് പറഞ്ഞിട്ട് എന്റെ കണ്ണട എന്റെ മുടിയുടെ സ്റ്റൈലൊന്നും പോവാതെ ഞാൻ വെച്ചിട്ടുണ്ട്. എങ്ങനെയാണ് എന്റെ മുടി ചെയ്ത് തന്നിരിക്കുന്നത് മനസ്സിലാണ്. അപ്പോ എല്ലാവർക്കും പണിയല്ല നിന്നെ നമസ്കാരം. അപ്പൊ ഇന്നിനി പറയാൻ വന്ന കാര്യത്തിലോട്ട് നമുക്ക് കിടക്കാം. അപ്പോ എന്റെ പൊന്നു മക്കളെ, നമ്മളൊരു വീഡിയോ കുറച്ചു നേരം മുമ്പ് റിയാക്ട് ചെയ്തു. എങ്ങനെയാ റിയാക്ട് ചെയ്തത്? വളരെ ഹെൽത്തി ആയിട്ട് നല്ല രീതിയിലാണ് നമ്മൾ അതിനെ റിയാക്ട് ചെയ്ത് വിട്ടത്. ആർക്കെതിരെ നമ്മൾ പൂർണ്ണമായിട്ടും പറയാൻ പോവാതെ സംഭവം ഈ ചെറുക്കൻ അങ്ങനെ പറയുന്നുള്ളൂ. മാസ് കാണിക്കാൻ നോക്കിയാണ്. ആദ്യം കോമഡി ആയിട്ട് കൊണ്ടുവന്നിട്ട് അയ്യോ ജനങ്ങളെ ചിരിപ്പിച്ചുകൊണ്ട് അടുത്ത് മാസ് കാണിക്കാനായിട്ട് ഇറങ്ങിയാണ്. വെച്ചായിരിക്കണടാ, കഴിയണമല്ല പണിക്ക് പോടാ. അവൻ ഇറങ്ങിയിരിക്കുന്നു. ജാൻമണി എന്നെ കളമുള്ളാണ് സത്യം. ഭാഗത്ത് തെറ്റുണ്ടെന്നുള്ള ലെവലിലാണ് ആ കാര്യം പറയാൻ പോയത്. പക്ഷെ ഫൈനലി ഇപ്പൊ അത് എത്തി നിൽക്കുന്നത് എവിടെയാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഇത് പലർക്കും പൊട്ടി, സാധനം പൊട്ടി. ഞാൻ അതിനകത്ത് ഒറ്റ സാധനം മാത്രമേ പറഞ്ഞുകൊണ്ടിരുന്നുള്ളൂ. ഇവർ രണ്ടുപേരും കാണിക്കുന്നത് അടിയും വഴക്കും ഒക്കെ തന്നെയാണ്. പക്ഷെ അതിനകത്ത് ഒരാൾ അവിടെ യൂസ് ചെയ്തിരിക്കുന്ന ആ പള്ളും പ്രാക്കും, നീ പുഴുത്ത അടിയും, അതൊന്ന് ഒഴിവാക്കിയിരുന്നെങ്കിൽ അത് നല്ലൊരു ഹെൽപ്പ്. നിന്നെ പോലുള്ളവനെ അല്ലെങ്കിൽ അവനെയൊക്കെ പോലുള്ളവനെ പ്രാകണം എന്ത് പുഴുക്കണം. അല്ലാണ്ട് പിന്നെ എന്ത് ചെയ്യണം? ഞാൻ പ്രാവും. എനിക്കിട്ടുണ്ടാക്കി കഴിഞ്ഞാൽ ഞാൻ പ്രാവും. ജെന്യൂൻ കേസ് അല്ലെങ്കിൽ അതൊന്നും ഒരു തെറ്റുമില്ല. ഇനിയിപ്പോൾ കുഴപ്പമൊന്നുമില്ല. നിന്നെയൊക്കെ പോലുള്ള വധൂരികളെ 10 പ്രാഗിയാലും കുഴപ്പമൊന്നുമില്ല. ആ വലിയ കൊണയടിക്കാൻ വന്നിരിക്കുന്നു വധൂരി വേട്ടവളെ. കോൺവെർസേഷൻ ആയിട്ട് അവരുടെ ഫൈറ്റോ എന്തോ നടക്കട്ടെ, അങ്ങനെ അങ്ങ് പോയേനെ. അപ്പൊ ആ വീഡിയോയുടെ കമന്റ് ബോക്സിൽ വന്നിട്ടുണ്ട് നമ്മുടെ സ്വന്തം കിടാണു മോൾ. എടാ കീടാണു മോളെന്ന് നീ അനുമോളെ വിളിക്കുന്നുണ്ട്. നിനക്ക് അവൾ കിട്ടുന്ന പേര് അൻസിഫ് മൂലം ലൈറ്റ്. അതിൽ പരം നിനക്കിനി ഒന്നും കിട്ടാനില്ല. അതാണ് നിനക്ക് ജീവിതത്തിൽ കിട്ടിയ ഏറ്റവും വലിയ അംഗീകാരം. വാങ്ങി വെച്ചോ, മറക്കരുത്. ഇനി എല്ലാവരും എൻ്റെ കമന്റ് ബോക്സിൽ പറ്റുന്ന 10 പേരാണ് ഈ വീഡിയോ കാണുന്നത്. 10 പേരും അൻസിഫ് മൂലം ലൈറ്റ് എന്ന് പറഞ്ഞ് കമന്റ് ചെയ്യും. #അൻസിഫ് മൂലം ലൈറ്റ്. അനുമോൾ എൻ്റെ വീഡിയോ കാണുമോ ഇല്ലെന്ന് അറിയില്ല. അഥവാ കാണുവാണെങ്കിൽ അനുമോളെ നീ ഒരു കമന്റ് അൻസിഫ് മൂലം ലൈറ്റ് എന്ന് പറ്റിയ കമന്റ്, നല്ല കമന്റ്, എനിക്ക് ഇഷ്ടപ്പെട്ടു. ഞാൻ ആര് സപ്പോർട്ട് ചെയ്തില്ലെങ്കിൽ ഈ ലോകം മൊത്തം നിന്നെ എതിർത്താലും ഈ അതിലുണ്ട് നിന്റെ കൂടെ. വായിച്ചു നോക്കണ്ടേ? വായിക്കാം. അപ്പം ആ കമന്റ് ബോക്സിന്റെ അടിയിൽ വന്നിട്ട് നിന്റെ അത്ര ചെളി ഈ ലോകത്ത് ആരും അറിയുന്നില്ല, അത് നീ മനസ്സിലാക്കുക, നീ ഞങ്ങളെ വിറ്റല്ലേ ജീവിക്കുന്നത്. ഹലോ അല്ല, മാസം അൻസിഫിന്റെ മാസാണ്. അനുമോളുടെ കമന്റ് കണ്ടപ്പോ അൻസിഫിന്റെ മാസാണ്. ഹലോ പോടാ വധൂരി. ഇവിടെ കീടാണുമോളെ വിറ്റുകൊണ്ടല്ല അൻസിഫ് മൂലം ജീവിച്ചുകൊണ്ടിരുന്നത്. ഇത്രയും സ്വയമേ ഇങ്ങനെ നീ പൊക്കുന്നുണ്ടല്ലോ അൻസിഫ് മൂലം. ഇതിൽ പോലെ എനിക്ക് നിന്നെ ഒന്നും പറയാനില്ല. സ്വയമേ തോൽവിയായി മാറി നീ എന്നും അപമാനമാണ്. അൻസിഫ് മൂലം 4 വർഷമായി ബിഗ് ബോസ് റിവ്യൂസ് ആണ് ചെയ്തുകൊണ്ടിരുന്നത്. ആ ബിഗ് ബോസിനകത്തേക്ക് ബിഗ് ബോസ് റിവ്യൂ ആണ് ചെയ്തോണ്ടിരുന്നത്. പറയുന്നതായിട്ട് കഴിഞ്ഞാൽ മോഹൻലാൽ ഇവനെയാണ് ഏൽപ്പിച്ചതല്ലോ ബിഗ് ബോസ്. എനിക്ക് പോടാ. അവിടെ യാവനൊക്കെ നക്കാപ്പിച്ചോളം കൊടുത്തിട്ട് അവിടെ നിന്നുള്ള ചോർത്തി എടുത്ത് പുറത്തടിച്ചിട്ട് വലിയ ആളായിട്ട് മാസ് കാണിച്ചിട്ട് പോടാ. എനിക്ക് വേട്ടവളിയാ വലിയ റിവ്യൂ പോലും. നിന്റെ ഞാൻ പറയുന്നില്ല, വ്യൂവർഷിപ്പ് മാറ്റേഴ്സ് വെച്ച് ഞാൻ സംസാരിക്കാറില്ല. അത് ഓരോരുത്തരുടെ ഓരോ ടൈം പോലെ ഇരിക്കും. പക്ഷേ നിന്റെ കയ്യിലിരിപ്പ് കാരണമാണ്. നീ ഒന്ന് ആലോചിച്ചാൽ മതി. ബിഗ് ബോസ് റിവ്യൂ ഉണ്ടാക്കാൻ വന്നിരിക്കുന്നു. എടാ എൻ്റെ വായിൽ സത്യം പറഞ്ഞാൽ നിന്നെ കാണുമ്പോൾ പച്ചത്തെറിയാണ് വരുന്നത്. ചൊറിഞ്ഞു വരുകൂടെ എനിക്ക് ചില സമയം നിന്റെ വീഡിയോ കാണുമ്പോൾ. ഇത് അതുപോലെ ചൊറിഞ്ഞു വന്നൊരു വീഡിയോ ആണ്. താങ്കളാണ് കീഴാണുമോൾ, ഞാനല്ല കീഴാണുമോൾ. ഫസ്റ്റ് ഓഫ് ഓൾ എനിക്ക് ആ കാര്യമാണ് പറയാനുള്ളത്. ദെൻ നിന്റെ അത്ര ചെളി ഈ ലോകത്ത് ആരും അറിയുന്നില്ലെന്നാണ് പറയുന്നത്. ചെളി ഇറങ്ങിയതെല്ലാം നമ്മൾ ബിഗ് ബോസിൽ കണ്ടിട്ടുണ്ട്. കൂടുതലൊന്നും പറയുന്നില്ല. ആ സമയത്ത് എല്ലാം കോണ്ടന്റിന്റെ ബേസ് ആയിട്ട് മാത്രമേ വീഡിയോ ചെയ്തിട്ടുള്ളൂ. പക്ഷെ ഇപ്പോ ഇങ്ങനെ ഒരു സാധനം പർട്ടിക്കുലർ ആയിട്ട് പറയുമ്പോഴത്തേക്കും അത് പറയേണ്ട ആവശ്യമുണ്ട്. എന്ത് ചെറിയാണ് എറിഞ്ഞത്? ഇവിടെ പൊട വട്ടവളിയാ അവൻ വന്നിരിക്കണം. ഇവൻ വേറെ മറ്റേ രേവതിയുണ്ട്. ഇതൊക്കെ അനുമോളെ ടാർഗറ്റ് ചെയ്ത് അറ്റാക്ക് ചെയ്തിട്ടുള്ള ടീംസാണ്. വേറെ ഉള്ളവർക്ക് വേണ്ടിയിട്ട് സംസാരിച്ച് ടാർഗറ്റ് ചെയ്ത് അടിച്ചിട്ടുണ്ട്. എടാ ഒരു കേസിലും അവൾ ജെന്യൂനാണെന്ന് മനസ്സിലാക്കിയിട്ട് പോലും അവളെ സപ്പോർട്ട് ചെയ്യാൻ മനസ്സ് കാണിക്കാത്ത വൃത്തികെട്ട ജന്തുക്കളാണ് ഇതൊക്കെ. ഞാൻ ബിഗ് ബോസ് റിവ്യൂ ചെയ്യുന്ന സമയത്ത് തെറ്റേണ്ട തെറ്റെന്ന് പറയും, ശരിയേണ്ട ശരിയെന്ന് പറയും. ഞാൻ വലിയ റിവ്യൂവർ ആണെന്നൊന്നും ഞാൻ പറയുന്നില്ല.
ഞാൻ എല്ലാ കണ്ടന്റും ചെയ്യാറുണ്ട്, കൂട്ടത്ത് ബിഗ് ബോസ് വരുമ്പോൾ അതും ചെയ്യാറുണ്ട്. കാരണം അതിന്റെ ഓഡിയൻസ് നമുക്കുണ്ട്. അല്ലാണ്ട് ഞാൻ വലിയ മറ്റേ പേര് കേട്ട ബിഗ് ബോസ് റിവ്യൂർ എന്ന അല്ലെങ്കിൽ മറ്റേ മൊത്തത്തിലുള്ള റിയാക്ഷൻ വീഡിയോ കിടിലൊന്നും ഞാൻ അങ്ങനെയൊന്നും പറയത്തില്ല. ഞാൻ എനിക്ക് തോന്നുന്നതൊക്കെ വിളിച്ചു പറയും, എനിക്ക് ശരിയെന്ന് തോന്നുന്നത് വിളിച്ചു പറയും. അതുപോലെ എനിക്ക് കിട്ടുന്ന തെളിവുകളൊക്കെ ഞാൻ പുറത്തു കൊണ്ടുവരാറുണ്ട്. അല്ല ഇവനെ പോലെ വന്നിരുന്നിട്ട് സ്വയം പൊക്കി അടിക്കേണ്ട ഗതികേടൊന്നും നമുക്കില്ല. പിന്നെ അനുമോള് അവള് ഇവന്റെ കമന്റ് ബോക്സിൽ കമന്റ് ചെയ്തതേ അവത്തൊന്നേ ഞാൻ പറയത്തുള്ളൂ. ഇവനെ പോലുള്ള വേട്ടവാളിമാരൊക്കെ ആരെങ്കിലും മനുഷ്യന്മാരെ മൈൻഡ് ചെയ്യൂ, അതാണ് നമ്മൾ നോക്കേണ്ടത്. ഇവനെയൊക്കെ പോലുള്ള കീടങ്ങളെ നമ്മൾ തിരിഞ്ഞു നോക്കേണ്ട കാര്യമില്ല. പിന്നെ അവൾ ഇട്ടുകൊടുത്ത പേര് അത് എന്തുകൊണ്ട് എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു. അൻസിഫ് മൂലം ലൈറ്റ് നിനക്ക് എന്തുകൊണ്ടും ചേർന്നതാണ്. അതിൽ പരം നിനക്കൊരു അപമാന പേര് എനിക്ക് ജീവിതത്തിൽ നിനക്ക് കിട്ടാനില്ല. അൻസിഫ് മൂലം ലൈറ്റ് അത് തന്നെയാണ് നീ. നീ ഞങ്ങളുടെ വിറ്റല്ലേ ജീവിക്കുന്നത്. അയ്യോ എനിക്കിവിടെ കഞ്ഞി തരുന്നത് ഈ കീടാണു മോളാണ് എനിക്കിവിടെ കഞ്ഞി തരുന്നത്. ഈ വീഡിയോ എന്താ പറയുമ്പോൾ എടുത്ത് PR ഗ്രൂപ്പിനകത്ത്, ഇപ്പോഴും PR ഗ്രൂപ്പ് 6 ഗ്രൂപ്പ് കൊണ്ട് മക്കളെ അതിനകത്തിട്ട് പോയി അറ്റാക്ക് ചെയ്യൂ അങ്ങനെ ആൾക്കാരെ മൊത്തം അതിന്റെ ഇടയിൽ ഒന്ന് അറ്റാക്ക്. കമന്റ് ബോക്സ് തുറക്കാൻ പോലും എനിക്ക് നേരില്ല. പിന്നെ കൊണച്ച പിയർ എടാ നാണല്ലാത്ത നാറി, നിന്റെ കൊണച്ച വീഡിയോ കണ്ടിട്ട് ഒരു മനുഷ്യന്മാർക്ക് പോലും അക്സെപ്റ്റ് ചെയ്യാൻ പറ്റാത്തതുകൊണ്ട് നിന്നെ പൂര തെറി വിളിച്ച് അതും പേടിച്ച് കമന്റ് ബോക്സ് ഓഫ് ചെയ്ത്. നിന്റെ ഇൻസ്റ്റയിൽ ഇന്നലത്തെ റീല് ഞാൻ കണ്ടതാ. കമന്റ് ബോക്സും ഓഫ് ചെയ്ത് പേടിച്ച് തൂറി മെഴുകി ഓടിയ നിന്നെ പോലെ ഒരു വധൂരി വേട്ടവാളയും കിഴങ്ങും ഓടാനിച്ച്. എടാ അത്യാവശ്യം നട്ടലിന് ഉറപ്പ് വേണം. നട്ടൽ ഈ ബാക്കിൽ ഇരിക്കുമല്ലോ സാധനം, അതിനൊരു ഉറപ്പ് വേണം. അല്ല വാഴപ്പിണ്ടിയല്ല വെട്ടി വെക്കേണ്ട. എന്റെ കമന്റ് ബോക്സിലൊന്നും ഞാൻ ഒരു കമന്റ് ഞാൻ ഡിലീറ്റ് ചെയ്തില്ല, മേടിക്കത്തില്ല, കമന്റ് ബോക്സ് ഓഫ് ചെയ്യത്തില്ല. പിന്നെ ചിലവര് അവർക്ക് തെറിവിളി കിട്ടി പഴയ വീഡിയോകളിൽ എൻ്റെ അടുത്ത് വിളിച്ച് പറഞ്ഞ് അങ്ങനെ ഞാൻ ഓഫ് ചെയ്തിട്ടുണ്ട്. അവർക്ക് തീരെ ഗതികെട്ട്, കാരണം ഞാൻ വലിച്ചീരെ ഒട്ടിച്ച് പിന്നെ അവർക്കത് ഭയങ്കരമായിട്ട് വിഷമം തോന്നി. എന്നെ വിളിച്ച് പറഞ്ഞു, ഒരാൾ വിളിച്ച് പറഞ്ഞ് അങ്ങനെ ഞാൻ വന്ന വീഡിയോ ഒന്നും റിമൂവ് ചെയ്യാൻ പറ്റത്തില്ല. കമന്റ് ബോക്സ് അങ്ങനെ ഓഫ് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. ഞാൻ മുന്നേ ഏതോ ഒരു കണ്ടക്റ്റിലാണ് ചെയ്തിട്ടുള്ളത്. അല്ലാതെ കമന്റ് ബോക്സ് ഓഫ് ചെയ്യത്തില്ല, ഒന്നുമില്ല. ഏവൻ തെറി വിളിച്ചാലും ഒന്നി തിരിച്ചു വിളിക്കും, അല്ലെങ്കിൽ പോട്ട് പിള്ളെന്ന് പറഞ്ഞ് കളയും. അല്ലാതെ നിന്നേക്കാ പോലെ 10 തെറിവിളിയായിട്ട് പേടിച്ചോടി മുക്കിപ്പോയി ഇതൊന്നും തൂറാനാണെങ്കിൽ ഈ പണിക്ക് നിൽക്കില്ല. അവൻ വലിയ വായത്താളം അടിക്കണം, പേടിത്തൂറി ഞരമ്പ് പയല്. അവൻ പേടിച്ച് തുപ്പി തൂറി ഇരുന്ന് മെഴുകിയിട്ട് അവൻ വന്നിരുന്ന് കമന്റ് ബോക്സ് ഓഫ് ചെയ്ത് ഓടിത്തള്ളിയിട്ട് വന്നിരുന്ന് കൊണയടിക്കണം. ഏതാ പോടാ വേട്ടവാളി. അത്യാവശ്യം ഒരു വീഡിയോ ചെയ്ത് അതിൽ ഉറച്ചു നിൽക്കാനുള്ള ചങ്കൂറ്റം ചങ്കുറപ്പം വേണം, അല്ലെ ഈ പണിക്ക് നിൽക്കില്ല കേട്ടാ. ടിക്ക് കണ്ടതുകൊണ്ട് ഞാൻ നോക്കിയപ്പോഴാണ് നമ്മുടെ കീടാണ് മോളുടെ അക്കൗണ്ട് വേറൊരായില്ലേ അടുത്ത്. അതിനുശേഷം എന്ത് ചെയ്യുന്നറിയാമോ, എന്റെ ഇൻസ്റ്റാഗ്രാമിൽ മെസ്സേജ് അയച്ച് ഭീഷണിപ്പെടുത്തി കീടാണു മോൾ. പേടിച്ചാണ് ഞാനിപ്പോ ഇത്രയും. എടാ വധൂരി, എടാ നട്ടലിന് ഉറപ്പുള്ള ഒറ്റ തന്തയ്ക്ക് പറഞ്ഞവനാണ് നിന്റെ അടുത്ത് ഞാൻ ചോദിക്കട്ടെ, നീ ആ കമന്റ് ബോക്സ് എന്തിനാ ഓഫ് ചെയ്തു? നീ അപ്പൊ പറയും, ഓ അത് പിന്നെ അവര് പറഞ്ഞപ്പോ ഇങ്ങനെ. എന്റെ പോടാ കേട്ടാളെ വധൂരി പേടിച്ച് ഓടി ആ വീഡിയോ മുക്കി ഇറങ്ങി ഓടി. ഈ വീഡിയോ അതായത് ഇവൻ മറ്റേ കുണ്ടനെ പോലെ കെട്ടി ഒരുങ്ങിയില്ലേ, അതും ട്രിം ചെയ്ത് കളഞ്ഞു ഓടിയ നാറിയാണ് നീ. എന്നിട്ട് വലിയ വായത്താളം അടിക്കുന്നത്. നീ ആരാന്നാണ് നിന്റെ വിചാരം? വധൂരി നട്ടല്ല ഉറപ്പാണെങ്കിലാതെ ഇനിയിപ്പോ നീ എനിക്കെതിരെ വീഡിയോ ഇട്ട് ചോദിക്കും, ഞാൻ പാച്ച തെറി എടുത്ത് വെച്ച് കളിക്കും ചേർത്താ. എന്റെ സ്വാതന്ത്ര്യം കയറുന്നതാ വധൂരി. ഒരുങ്ങിക്കൊണ്ടിരുന്നത് ഇൻസ്റ്റാഗ്രാമിൽ ആദ്യം എനിക്ക് ഒരു മെസ്സേജ് അയച്ചേ. അപ്പൊ ഞാൻ നോക്കിയപ്പോഴത്തേക്കും മെസ്സേജ് ഡിലീറ്റ് ആക്കിയിരിക്കുന്നു. അപ്പൊ എനിക്കല്ലല്ലോ പേടി. അപ്പൊ മെസ്സേജ് അയച്ച ആക്കെന്തോ ഒരു പേടി തോന്നിക്കാണോ? എന്തിനു നിന്നെ പേടിക്കണം? നിന്നെ പോലെ ഒരു വധൂരിക്ക് മെസ്സേജ് അയച്ചല്ലോ എന്നായിരിക്കും അവൾ ആലോചിച്ചത്. അയ്യേ, ഞാൻ അതിൽ അനുമോളെ കുറ്റമേ പറയത്തുള്ളൂ. ഈ വധൂരിക്കൊക്കെ എന്തിനാണ് നീ മെസ്സേജ് അയച്ച് നിന്റെ വില കളയുന്നത്? ഇവനെ പോലെയുള്ള ഒരു വധൂരിക്ക് ആരെങ്കിലും മെസ്സേജ് അയക്കൂ? അല്ലെങ്കിൽ ചെയ്യാമാ, നിന്റെ അടിച്ച് നിന്റെ അണപ്പല് ഏർപ്പിക്കും ഞാൻ. നീ പാചാല കുറ്റം പറഞ്ഞല്ലേ? നിനക്ക് തരാം നോക്കിയിരുന്നു, നിന്നെ കിട്ടും എവിടെയെങ്കിലും ഇട്ട് നോക്കിയിരുന്നു. അപ്പോ രണ്ടാമതൊരു മെസ്സേജ് ഇട്ടിരിക്കുന്നേ, നിനക്കെന്താടാ പേടിയാണോ? കമന്റ് ബോക്സ് ഓഫ് ആക്കിയിട്ടേക്കുന്നു. അയ്യേ അതെ, കമന്റ് ബോക്സ് ഓഫ് ആക്കിയിട്ടിരിക്കുന്നു. നിനക്ക് പേടിയാ? നാണം ഉണ്ടോ? എടാ പോടാ പേടിത്തുറിപ്പല്ലേ വേട്ടവാളിയാ. പോയി സ്കൂളിൽ മണി അടിക്കുന്നതിന് പോയി കയറി. അല്ലെങ്കിൽ വൈകിട്ട് പോയി പാലത്തിന്റെ അടിയിൽ പോയി കുനിഞ്ഞില്ലേ ആ കാര്യം എടുത്തു ചുറ്റിക്കൊണ്ട്. അതാണ് എനിക്ക് പറ്റിയത്. വിത്തുകാരെ കൂടി പറയിപ്പിക്കും, നീ മോശം എന്ന് പറഞ്ഞിരിക്കുകയാണ്. ശരിക്കും കമന്റ് ബോക്സ് എന്റെ ഇൻസ്റ്റാഗ്രാമിൽ എന്റെ ഫോളോവേഴ്സിനോ എന്നെ ഫോളോ ചെയ്തിരിക്കുന്നവർക്കും അല്ലെങ്കിൽ ഞാൻ ഫോളോ ചെയ്തിരിക്കുന്നവർക്കും മാത്രമേ അതിൽ കമന്റ് ചെയ്യാൻ പറ്റുള്ളൂ. അത് തന്നെ ഏതാണ്ട് ഒരു 10-15,000 പേരുണ്ട്. അത്രയും പേര് നീ നിർത്ത്. അങ്ങനെ എന്തിനാടാ നീ കമന്റ് ബോക്സ് ആക്കി വെച്ചേക്കുന്നത്? പേടിയാ നിനക്ക്? അതല്ല അവളും ചോദിച്ചോളൂ. പിന്നെ യൂട്യൂബിൽ നിന്ന് എന്തിനാണ് മുത്തേ നീ വീഡിയോ ട്രിം ചെയ്ത് കളഞ്ഞ? പേടിത്തോറി നീ കുണ്ടനെന്ന് പറഞ്ഞ നാട്ടുകാർ കമന്റ് ചെയ്യാൻ തുടങ്ങിയപ്പം അളിയം നൈസായിട്ട് അങ്ങ് മുങ്ങി. അതുപോലെ തന്നെ ഇൻസ്റ്റാഗ്രാമിൽ നിന്ന് വീഡിയോ മുക്കി. ഇത്രയേ ഉള്ളൂ നീ കേട്ടാ വധൂരി. ഫോളോ ചെയ്താൽ മാത്രമേ പേര് കമന്റ് ചെയ്താൽ മതി എന്നാണ്. ഞാൻ എന്നെ ഫോളോ ചെയ്യുന്നവർ മാത്രം അല്ലെങ്കിൽ ഞാൻ ഫോളോ ചെയ്യുന്നവർ മാത്രം എന്നെ കമന്റ് ചെയ്താൽ മതി എന്നുള്ളത് ഞാൻ ഓൾറെഡി അവിടെ ഒരു കാര്യം ചെയ്യും. അങ്ങനെ നിന്റെ അച്ഛനെ മാത്രം പിടിച്ചിരുത്തിയിട്ട് അച്ഛൻ്റെ അടുത്ത് ഫോളോ ചെയ്യാൻ പറയാം. എന്നിട്ട് നീ നിന്റെ അച്ഛനും കൂടി മാറി കമന്റ് ചെയ്യും. അല്ലാണ്ട് പിന്നെ ഞാൻ എന്ത് പറയാന്? അവന്റെ കൊണയടി കേട്ടില്ലേ? ഓ എന്നെ ഫോളോ ചെയ്യുന്നവർ മാത്രം കമന്റ് ചെയ്താൽ ഒറ്റയ്ക്കിരുന്ന് കാണാനാണ് വീട്ടിൽ ഇരുന്ന് കാണാ മത്തങ്ങേ.
സെറ്റ് ചെയ്ത് വെച്ചിരിക്കുന്ന സംഭവമാണ്. അല്ലാതെ ഈ പറഞ്ഞതുപോലെ മോളെ പേടിച്ചിട്ടല്ല മോളെ. പിന്നെ അടുത്ത് പണിയെടുത്ത് ജീവിക്ക് ചെക്കാന്ന്. ഞാൻ പണിയെടുത്ത് അന്തസ്സായിട്ട് അനിമോൾ എന്ന് പറയുന്ന പേര്, അല്ലെങ്കിൽ നീ പണിയെടുക്കുന്നുണ്ട്. ഈ സാരി എടുത്ത് ചുറ്റി പാലത്തിന്റെ ഇടയിൽ പോയി കുനിഞ്ഞു എന്നല്ലേ നീ പണിയെടുക്കുന്നത്. അതെനിക്ക് മനസ്സിലായി. അതിന്റെ ചായ മൊത്തം നിന്റെ മുഖത്ത് കാണാനും ഉണ്ട്. ആ ഒരു ഷൈനസ് കാണുമ്പോൾ തന്നെ എനിക്കറിയാം. നിന്റെ വേറൊരു റീല് നിന്റെ ഒരു കൂട്ടുകാരനായിട്ട് കണ്ടപ്പോഴേ എനിക്ക് തോന്നി. എനിക്ക് സംശയം ഉണ്ടായിരുന്നു. ഇപ്പൊ ഉറപ്പിച്ച്. ഇതും കൂടി കണ്ടപ്പോൾ ഞാൻ കൺഫേം ആക്കി. നീ നിന്റെ ഒരു കൂട്ടുകാരൻ കൂടെ ട്രെയിനിൽ നിന്ന് അത് കണ്ടപ്പോഴേ എനിക്ക് ഡൗട്ട് ഉണ്ടായിരുന്നോ അതൂരി. ഇപ്പൊ ഞാൻ കൺഫേം ആക്കി. എന്താ പറയാ, കൺഫർമേഷൻ ലിസ്റ്റ് ഫസ്റ്റ് യൂട്യൂബിൽ എവിടെന്നാ ആ പേര് വന്നത്? എവിടെന്നാ ഞാൻ ഇട്ട് കൊടുത്തത് ആ പേര്? കൺഫർമേഷൻ ലിസ്റ്റിൽ ഫസ്റ്റ് പേര് എവിടെന്നാ വന്നാ ഞാൻ ഇട്ട് കൊടുത്തു. നീ ആർക്കുവാ ഇട്ട് കൊടുത്ത്? എടാ പോടാ വധു. ഇവന് എന്തോ വിചാരമുണ്ട് കേട്ടോ, ഇവൻ എന്തോ വലിയ സംഭവമാണെന്ന്. ചീകള് ചെക്ക. ഇവന് എനിക്കൊന്നും പറയാനൊന്നും തോന്നുന്നില്ല. പച്ച തെറി വിളിച്ചായിട്ട് തെരിഞ്ഞ്. അത് ഞാൻ ഇപ്പോഴും ക്രെഡിറ്റ് ആയിട്ട് തന്നെ പറയാം. ഡേറ്റ് പോയി നോക്ക്. ഏപ്രിലോ മെയ്യിലോ ഞാൻ പറഞ്ഞിട്ടുള്ള ഇന്ന വ്യക്തി കൺഫേം ആണെന്ന് പറഞ്ഞു. അപ്പൊ ഞാൻ പണിയെടുത്ത് തന്നെയാണ് ജീവിക്കുന്നത് കേട്ടോ. ബിഗ് ബോസിന്റെ അണിയറയിൽ പ്രവർത്തിക്കുന്നമാർക്ക് വായിൽ പണിയെടുത്ത് കൊടുത്ത് മനസ്സിലായി. നീ കൊള്ളാളോടെ ചെറുക്ക. അവൻ പണിയെടുക്കുന്നുണ്ട്. അവിടെ പോയിട്ട് അവിടെ എക്സ്ക്ലൂസീവ് ആയിട്ടുള്ള കാര്യം പുറത്ത് ചോർത്തിയിട്ട് നീ ഉണ്ടാക്കുന്നതാണോ നിന്റെ പണി? നിനക്കെതിരെ കേസ് എടുക്കട്ടെ ഔപ്പ. എന്നിട്ട് അവൻ പണിയെടുക്കുന്നു പോലും. വാ പണി. പിന്നെ അൻസിഫ് മൂലം നിനക്ക് അറിഞ്ഞു ഇട്ട പേര് എന്ന് പറഞ്ഞിരിക്കുകയാണ്. ശരിക്കും ഞാൻ ആ പേര് ഏറ്റെടുക്കുന്നു. അൻസിഫ് മൂലം എന്ന് പറഞ്ഞിട്ട് ഞാൻ എന്റെ മൂലം വെച്ച് തന്നെയാണ് ഇവിടെ ഇരിക്കുന്നത് കേട്ടോ. നിനക്ക് പറ്റിയതാണ് മൂലം മുഖത്തിന്റെ ഐശ്വര്യം. ഞാനൊന്നും പറയുന്നില്ല, അത് വിട്. എന്തായാലും നിനക്ക് പറ്റിയ പേര് തന്നെയാണ് മൂലം. മൂലം 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 അൻസിഫ് മൂലം. കീഴാണ് മോളെ. ഇത്രയും നിങ്ങൾക്ക് നിങ്ങളുടെ ആ നിലവാരത്തിന് ഞാൻ എടുത്ത് കാണിച്ചല്ലോ. ഇപ്പൊ ഒട്ടുമേ ഇല്ല. ഇപ്പൊ മൈനസ് 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 ഒന്നുമേ ഇല്ല. തലയ്ക്ക് വിവരമില്ല, ബുദ്ധിയില്ല, വെളിവില്ലെന്ന് കാണിച്ചു തന്നു. ഈ പറഞ്ഞൊന്നും നിനക്കില്ല എന്ന് നീ ഇതിൽ നിന്നും കൺഫേം ആക്കിയിരിക്കുകയാണ്. എടാ പേടിത്തൊണ്ട വാണമേ, പോടാ എണീറ്റ്. ചുമ്മാ പോയി തരത്തിന് കളിക്കടാ. നിനക്ക് പറ്റിയതാ കാട്ടത്തി സിജു ആണ്. അവനാകുമ്പോൾ നിനക്ക് തരുവാണ്. അവനാകുമ്പോൾ നിന്നെ പോലെ ഉള്ള ഒരു സ്റ്റാൻഡേർഡ് ഫുണ്ടയാണ്. ആ ഫുണ്ടയും ഈ ഫുണ്ടയും കൂടിയൊക്കെ കണക്റ്റ് ആവും. ഇവിടെ ട്രിവാൻഡ്രത്തുള്ള പിള്ളേരുടെ അടുത്ത് കളിക്കാൻ വരല്ലേ മുത്തേ. പോയി തരത്തിന് കളി. ഞാൻ ഈ പറഞ്ഞ അൻസിഫ് മൂലം നിന്റെ വീഡിയോ ചെയ്തപ്പോ പട്ടി പോലും കുറയ്ക്കണം. അതിനോലും പിടിച്ചില്ല കോപ്പ്. ഞാൻ എന്റെ മൂലം വെച്ച് തന്നെയാണ് ഇരിക്കുന്നത്. നാട്ടുകാരും മതി. ഇവന്റെ ഇത്രയും മതി. എനിക്കിനി കൂടുതൽ കണ്ടല്ലേ എനിക്ക് പരുത്തുകയാണ്. ഞാൻ എന്തിനാ വെറുതെ എന്റെ BP കൂട്ടുന്നത്? ഇവനെ പോലുള്ള വധൂരികളെ റിയാക്ട് ചെയ്ത് ഞാൻ എന്തിനാ എന്റെ സമയങ്ങളെന്ന് ഇത്രയും പറഞ്ഞിട്ടെങ്കിലും പോയില്ലെങ്കിൽ എനിക്കൊരു സമാധാനം കിട്ടത്തില്ല. ഞാൻ എൻ്റെ ഒരു സന്തോഷത്തിന് വേണ്ടിയിട്ടാണ് ഞാൻ ഈ വീഡിയോ ചെയ്തത്, വേറെ ഒന്നുമല്ല. എന്തായാലും അവളെ വായിലിരിക്കുന്ന എനിക്ക് കിട്ടിയില്ല. അൻസിഫ് മൂലമായി വേറെ ഒന്നും എനിക്ക് പറയാനില്ല. എന്തായാലും നിങ്ങളുടെ അഭിപ്രായം. ഇതുപോലത്തെ വധൂരികളെ സപ്പോർട്ട് ചെയ്യില്ല ദയവ് ചെയ്തിട്ട്. ഇവന്റെ വിചാരം ഇവൻ എന്തോ വലിയ ബിഗ് ബോസ് കണ്ടുപിടിച്ചത് ഇവനാണ് ബിഗ് ബോസിന്റെ അണിയറയിൽ പോയി പ്രവർത്തിക്കുന്ന. ഞാൻ ചൊറിഞ്ഞ് വരുന്നുണ്ട് എനിക്ക്. വേണ്ടെന്ന് വയ്ക്കുമ്പോൾ ഓരോ ബാണങ്ങൾ കയറി കെട്ടിയെടുത്തോണ്ട് വന്നോളാം. എന്തായാലും നിങ്ങളുടെ അഭിപ്രായങ്ങളും കാര്യങ്ങളും ഉറപ്പെടുത്താൻ കമന്റ് ചെയ്യാം. പുതിയൊരു വീഡിയോ ആയിട്ട് കാണാം. ഇവനെ പറ്റി എന്താ നിങ്ങളുടെ അഭിപ്രായം? കുണ്ട 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 മമിട. ഓക്കേടാ, പാലത്തിൻ്റെ അടിയിൽ കുനിഞ്ഞു പോയി നെല്ല്. അതാണ് നിനക്ക് പറ്റിയത്. ബൈ.